അല്ല ഈ ആട് ഇപ്പൊ കൊടുക്കാനുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര എടുക്കാം നോക്കോ. ഇനിയിപ്പോ നോക്കാണ്ട് ഇപ്പൊ അങ്ങനെ പെട്ടെന്നൊരു വില പറയാൻ കഴിയാൻ. എന്നാലും സുമാർ നിങ്ങൾക്ക് അറിയില്ലേ? സുമാർ എന്ന് പറഞ്ഞാൽ അതിപ്പോ ഒരു 7 കിലോനുണ്ടാവും. ആ 7 കിലോ ഉണ്ടാവും. ഞാൻ ഒരു 25,000 റുപ്യാണ് കൂട്ടുന്നത്. 7 കിലോനാട്ടിനാ. ഇതാര്? രാമചന്ദ്രേട്ടനാ? രമേശേട്ടനാ? ഇതാര്? സുധിയാ? കൊറേ ആയല്ല കണ്ടിട്ട്. ഇപ്പൊ ഏടിയാ നീ ഇത്ര കാലം ഉണ്ടായി? നീ ഒരുപാട് നാളെയില്ലേ അമ്മ കാണാതെ? ആ ഞാൻ ബോംബെയിലല്ലേ. അതെയാ? ആ അവിടെ ഉഷാറാന്ന്. പിന്നെ സെറ്റ് നല്ല കമ്പനിയുടെ വലിയ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഓ ശമ്പളമൊക്കെ ഉണ്ട്. മാസം 1 ലക്ഷം രൂപ ശമ്പളം. നല്ലതായില്ലേ? ആ പിന്നെ രമേശേട്ടന്റെ കാര്യം എങ്ങനെയാന്ന്? എന്റെ കാര്യം ഇങ്ങനെ തട്ടിമുട്ടി പോന്നപ്പാ. നീ ഭയങ്കര സെറ്റപ്പാന്നല്ല ആ വേഷവും ഇതും. ആടെ എന്റെ കാറെല്ലാം വെച്ചിട്ട് കണ്ടത് ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. ഇപ്പൊ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്കെന്നാ ഒരു ചാവിടിച്ചു പോയാലോ? വേണ്ടപ്പാ, കുടിക്കാ വാ. എന്റെ ഒരു സന്തോഷല്ലേ. എന്നാപ്പാ രാമേന്ദ്രേട്ടാ, നമുക്ക് വേഗം പോവാലോ. കുറച്ച് ചായയും പലഹാരെല്ലാം കഴിക്കാം. കുറെ കൂടി കണ്ടതല്ലേ. അങ്ങനെ വിടണ്ടാവൊക്കെ കുടിക്കാം. കുമാരേട്ടാ, ഇവർക്കെല്ലാം ചായ കൊടുത്തേ. എന്റെ വകയാണ്. എല്ലാവർക്കും ചായയും എന്താ വേണ്ട വെച്ചാൽ എല്ലാം കൊടുക്ക്. എല്ലാവരും കഴിക്കാന്നുണ്ട്. എനിക്ക് പൊറോട്ടയും ബീഫും. മുട്ട നമ്മളേറ്റും റൊട്ടി ആയിക്കോട്ടെ. സജീവാ, ഞാൻ നാട്ടിലുണ്ട്. എത്രയാ നമ്മളെ ബില്ല്? 250 രൂപ. സുധി ബില്ല രാമേട്ടാ, ചേട്ടാ കൊടുക്കേ. ഞാൻ ഇപ്പം വരാം കേട്ടാ. ആടെ നിൽക്കുന്ന എണ്ണ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇതെല്ലാം വാങ്ങിത്തതിന്റെ എന്നോട് പൈസ ഉണ്ടോ? അല്ലപ്പോ അവൻ പോയില്ലേ? നിങ്ങൾ കൊടുക്കണം. എത്രയാണോ പൈസ? അല്ല സുധി, നീ നല്ല ആളന്നെയല്ല. വെറുതെ ആളെ കച്ചവടത്തിന് വന്ന് നമ്മളെയും ഇവിടെ വിളിച്ചു കൊണ്ടുവന്നിട്ട് പൊറോട്ട ഇറച്ചി ഇതൊന്നും വാങ്ങി തന്നിട്ട് ഇപ്പം പൈസ ഇല്ലാണ്. നാണം കെട്ടുപോയല്ല. ഏടോ വെയിൽ നിൽക്കുന്നത് നമ്മളെ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന സമയത്താണ് ചായ കുടിച്ചോ, ചോറുണ്ടോ എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പൈസ എന്തിനാ വലിയ ദുബായിലെല്ലാം പോയി ബോംബെയിലെല്ലാം പോയി പറഞ്ഞത്. മനുഷ്യൻ നാണം കെട്ടുപോയല്ല.